എല്ലാവർക്കും നമസ്കാരം. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും ഒരു വീഡിയോ ചെയ്യണം എന്നെനിക്ക് തോന്നി. കാരണം നമ്മളറിയുന്ന കുറേ ആളുകൾ, കുറേ കുടുംബങ്ങളിൽ നമുക്ക് അടുത്തറിയാവുന്നവരും അല്ലാതെയും വളരെ ചെറിയ കുട്ടികൾ, അതായത് 10 വയസ്സിന് മുകളിലും 15 വയസ്സിന് താഴെയുമുള്ള ആൺകുട്ടികളാവാം പെൺകുട്ടികളാവാം കുട്ടികൾ ആത്മഹത്യയിലേക്ക് നീങ്ങുന്ന ഒരു പ്രവണത കണ്ടുവരുന്നുണ്ട്. അവർക്ക് നമ്മൾ അച്ഛനും അമ്മയും അതല്ലെങ്കിൽ അവരുടെ കുടുംബം അവർക്ക് വരുത്തുന്ന കുറവുകൾ എന്തൊക്കെയാണ് എന്ന് നമുക്കാർക്കും ചിന്തിച്ചാൽ മനസ്സിലാവില്ല. കാരണം അവരാഗ്രഹിക്കുന്ന എല്ലാ സാധനങ്ങളും നമ്മൾ അവർക്ക് വാങ്ങിക്കൊടുക്കുന്നുണ്ട്. അവരാഗ്രഹിക്കുന്ന ഭാഗങ്ങളിൽ അവരെയും കൊണ്ട് നമ്മൾ പോകുന്നുണ്ട്. അവർ ഇഷ്ടപ്പെടുന്ന വസ്ത്രങ്ങൾ നമ്മൾ വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ അവരാവശ്യപ്പെട്ട പലതും നമ്മൾ വാങ്ങിക്കൊടുത്ത് അവരുടെ ഒപ്പം നമ്മൾ മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷെ എവിടെയോ നമ്മുടെ മക്കൾക്ക് ഈ 10 വയസ്സ് 15 വയസ്സ് എന്ന് പറയുമ്പോൾ എന്താ പറയുക, വളരെ ചെറിയൊരു കുട്ടിയാണ്. അതായത് സ്വന്തം അമ്മയുടെ മടിയിലിരുന്നു കൊണ്ട് അമ്മ വാരിക്കൊടുക്കുന്ന ഭക്ഷണം കഴിക്കുന്ന പ്രായം. ആ പ്രായത്തിലുള്ള കുട്ടികൾ ഇത്തരത്തിലുള്ള ഒരു പ്രവണതയായിട്ട് മുന്നോട്ട് പോകുന്നത് വളരെ വേദനയോടെയാണ് കേൾക്കാനും അത് കാണാനും ഒക്കെ സാധിച്ചത്. വളരെ വേദന എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നെ ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരു അറ്റം കാണാൻ സാധിക്കുന്നില്ല. എന്താണ് ഇവർക്ക് നഷ്ടപ്പെട്ടത്? പക്ഷേ ഞാൻ ചിന്തിച്ചത്, ഞാൻ ഒന്ന് രണ്ട് ഭാഗങ്ങളിലൊക്കെ ഞാൻ അത്തരത്തിലുള്ള വീടുകളിൽ സന്ദർശിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, നമ്മളുടെ മക്കൾ ചോദിക്കുന്നത് എന്തും വാങ്ങിക്കൊടുത്തത് കൊണ്ട് നമ്മളവർക്കൊരു നല്ല അമ്മയോ നല്ല അച്ഛനോ ആവില്ല. അവരെ കൂടെ കൂട്ടി എന്താണ് നിൻ്റെ കാര്യങ്ങൾ, നീ എങ്ങോട്ടാണ് യാത്ര ചെയ്യുന്നത്, എന്താണ് നിൻ്റെ കൂട്ടുകെട്ട്, അതല്ലെങ്കിൽ നീ പോകുന്ന വഴികളിൽ എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ച് ഗഹനമായി നമ്മൾ ചോദിച്ച് മനസ്സിലാക്കാത്തത് നമ്മളുടെ അച്ഛൻ്റെ അമ്മൻ്റെ ഒരു പോരായ്മയാണ്. 2, മക്കളെ താലോലിക്കുന്ന ഒരു സംവിധാനം. നമുക്ക് 40 വയസ്സായാലും 50 വയസ്സായാലും സ്വന്തം കുഞ്ഞാണ്. 50 വയസ്സായ മക്കളെയും പ്രസവിച്ച അമ്മമാർ വിളിക്കുന്നത് എൻ്റെ മക്കളെ എന്നാണ്. അപ്പോൾ എത്ര വലിയ ആളായാലും പ്രസവിച്ച അമ്മയ്ക്കും അച്ഛനും ഒക്കെ നമ്മൾ വളരെ ചെറിയ കുട്ടികളാണ്. നമ്മളെ ആ കുട്ടിത്തവും മക്കൾ എന്നുള്ള ഭാവത്തിലാണ് അവർ കാണുന്നത്. ആ കാഴ്ചയിൽ മാറ്റം വന്നാൽ 10 വയസ്സായ ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു ആൺകുട്ടി, നീ നിൻ്റെ കാര്യങ്ങൾ നോക്കി നാളെ മുതൽ നീ ഇറങ്ങിക്കോ എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിൽ എത്തുമ്പോൾ ആ കുട്ടികൾക്ക് ചേർത്ത് പിടിക്കലിൻ്റെ കുറവുകൾ എവിടെയൊക്കെയോ ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ അവരുടെ സങ്കടങ്ങൾ, അവരുടെ പ്രശ്നങ്ങൾ അത് അവർക്കൊപ്പം നിന്നുകൊണ്ട് അവർക്ക് പരിഹരിച്ചു കൊടുക്കാൻ നമുക്ക് സാധിച്ചില്ലെങ്കിൽ നമ്മൾ എന്ത് വാങ്ങിച്ചു കൊടുത്തിട്ടും അവരെ എത്ര നന്നായി അണിയിച്ചൊരുക്കിയിട്ടും കാര്യം എന്താണ്? അവരുടെ മനസ്സാണ് നമ്മൾ ആദ്യം പഠിച്ചെടുക്കേണ്ടത്. ആ മക്കളുടെ മനസ്സിലുണ്ടായ മുറിവുകൾ എന്ത്, അവരുടെ സന്തോഷം എന്ത്, ഓരോ അച്ഛനും അമ്മയും ഗഹനമായി വീക്ഷിക്കുന്ന ഒരു കാര്യം അതായിരിക്കില്ലേ? അതായത് നമ്മുടെ മക്കൾ ഒന്ന് ആഞ്ഞു ചിരിച്ചാൽ ഒരുപാട് സന്തോഷിക്കുമ്പോൾ നമ്മൾ ചോദിക്കാറില്ലേ, എന്താ നിനക്ക് ഇത്ര സന്തോഷം, എന്താ കാര്യം, ഞങ്ങളും കൂടി അറിയട്ടെ, ഒന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കും സന്തോഷിക്കാലോ എന്ന് നമ്മൾ പറയാറില്ലേ? അതുപോലെ തന്നെ ആ കുട്ടികൾ ഒന്ന് മനസ്സിടിഞ്ഞ് ഒന്ന് സങ്കടഭാവത്തോടു കൂടി നമ്മുടെ വീട്ടിലേക്ക് കയറി വരുമ്പോൾ എത്ര തിരക്കുള്ള അച്ഛനും അമ്മയാണെങ്കിലും ആ കുട്ടിയെ കാണുമ്പോൾ ചോദിക്കില്ലേ, നമ്മുടെ തിരക്കുകളൊക്കെ ഒന്ന് ഒതുങ്ങിയ ശേഷം എന്താണ് കുട്ടിക്ക് പറ്റിയത്, എന്താണ് നീ മ്ലാനമായിട്ടിരിക്കുന്നതെന്ന് നമ്മൾ ചോദിക്കില്ലേ? ഈ ചോദ്യങ്ങൾ നമ്മളുടെ ഭാഗത്തു നിന്നുണ്ടായില്ലെങ്കിൽ, അവർക്കൊരാശ്വാസം കൊടുക്കാൻ ചില സമയങ്ങളിൽ നമുക്ക് പറ്റിയില്ലെങ്കിൽ, പിന്നെ മക്കളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അവർക്ക് സംരക്ഷണം, അതായത് സംരക്ഷണം എന്ന് പറയുമ്പോൾ എന്താ പറയുക, മൃഗങ്ങളിൽ നിന്നും ബാക്കിയുള്ള മനുഷ്യരിൽ നിന്നും അങ്ങനെയുള്ള സംരക്ഷണത്തിന് പുറമെ
വ്യക്തിപരമായിട്ട് നമ്മൾ നമ്മളുടെ മക്കളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു രീതിയുണ്ട്. അവരെ നമ്മുടെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന ഒരു രീതി. ആ രീതിയിൽ നമുക്ക് നമ്മുടെ മക്കളോട് പെരുമാറാൻ കഴിഞ്ഞില്ലെങ്കിൽ, ആ കുട്ടികൾ വളരെ നിസ്സഹായരായ കുട്ടികൾ. അവർക്ക് ലൈഫ് എന്താണ്, അല്ലെങ്കിൽ ജീവിതം എന്താണ്, അല്ലെങ്കിൽ എങ്ങനെയാണ് മുന്നോട്ട് പോണ്ടത് എന്നൊന്നും അറിയില്ല. ഇപ്പോൾ ഞാനൊരു ഒരു വർഷം ആയിട്ടൊക്കെ ഇങ്ങനെ കേൾക്കുന്നൊരു കേൾവിയാണ്. 12 വയസ്സ്, 13 വയസ്സ്, 15 വയസ്സ്, 17 വയസ്സായ മക്കളൊക്കെ തൂങ്ങി മരിക്കുന്നു, അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുന്നു എന്നൊക്കെ. അപ്പോൾ നമ്മുടെ അറിവിൽ ഞാൻ എന്നൊരു വ്യക്തിക്ക് ശരിക്കും ഒരു തൊട്ടിൽ കെട്ടാനുള്ള കുണുക്കിടാൻ എനിക്കിനിയും അറിയില്ല. അപ്പം ഈ പ്രായത്തിലുള്ള കുട്ടികൾ അത്തരത്തിലേക്ക് ചിന്തിച്ച് അവരത് സ്വന്തമായിട്ട് ചെയ്ത് ആ ജീവൻ ഭൂമിയിൽ നിന്ന് പൊലിഞ്ഞു പോകുമ്പോൾ നമ്മൾ എത്ര വേദനിച്ചിട്ടും കാര്യമുണ്ടോ? ആ കുട്ടികളെ, സ്വന്തം മക്കളെ അല്പനേരം, ഒരു ദിവസം 10 മിനിറ്റെങ്കിലും അവരോടൊപ്പം ചെലവഴിച്ച് അവരെ ചേർത്ത് പിടിച്ച് നമ്മുടെ മടിയിലൊന്ന് ഇരുത്തിയാൽ തീരാവുന്ന പ്രശ്നങ്ങളാണിതൊക്കെ. അവരെ ഒന്ന് സങ്കടം വരുമ്പോൾ മടിയിലൊന്ന് കിടത്തി ഒന്ന് സ്നേഹത്തോടെ തലോടിയാൽ ആ കുട്ടികളുടെ വിഷമവും വേദനയൊക്കെ തീരുന്നതാണ്. നമ്മൾ ഒരുപാട് നേരം നമ്മൾ ആ കുട്ടികളുടെ ഒപ്പം ചെലവഴിക്കുമ്പോൾ അവർക്ക് പറയാൻ പറ്റാത്ത പല വിഷമങ്ങളും അവർ ചിലപ്പോൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് നമ്മളോട് പറഞ്ഞ് അതിനൊരു റിലാക്സ് കാണുമായിരിക്കും. ഇതിനുള്ളൊരു സാഹചര്യം, സമയവും നമ്മൾ ആ മക്കൾക്ക് കൊടുക്കാതെ അവർക്ക് നമ്മൾ സമൂഹത്തിന് മുന്നിൽ ആർഭാടത്തിൻ്റെ പേരിൽ എന്ത് തന്നെ വാങ്ങിച്ചു കൊടുത്തിട്ടും, എത്ര തന്നെ നിങ്ങൾ ഡ്രസ്സ് ചെയ്യിപ്പിച്ച്, അല്ലെങ്കിൽ എന്തൊക്കെ തന്നെ വേഷം കെട്ടിച്ച് ആ കുട്ടികളെ സമൂഹത്തിൽ ഇറക്കി വിട്ടിട്ടും ഒരു കാര്യമില്ല. അവരെ ചേർത്ത് പിടിക്കേണ്ടത് മനസ്സറിഞ്ഞ് സ്വന്തം ശരീരത്തോടും സ്വന്തം മനസ്സിനോടുമാണ് മക്കളെ ചേർത്ത് പിടിക്കാൻ നമ്മളപ്പോൾ പഠിക്കേണ്ടത്. ഞാൻ ഈ ഒരു കാര്യം പറയുന്നത്, ഞാൻ 2 മക്കളുടെ അമ്മയാണ്. അവരുടെ ഓരോ സന്തോഷവും സങ്കടവും ഞാൻ അവർക്കൊപ്പം സഞ്ചരിക്കുന്നുണ്ട് എന്നുള്ളൊരു ബോധ്യം എനിക്കുണ്ട്. ആ ബോധ്യം എല്ലാ അച്ഛനും അമ്മയ്ക്കും കീപ്പ് ചെയ്യാൻ പറ്റട്ടെ എന്ന് മാത്രമാണ് ഞാൻ ഈ അവസരത്തിൽ പറയുന്നത്.